കമ്പനം ചെയ്യുന്ന ഓരോ വസ്തുവിനും അതിൻ്റേതായ ഒരു ആവൃത്തിയുണ്ട്. ഇതാണ് ആ വസ്തുവിൻ്റെ സ്വാഭാവിക ആവൃത്തി. ഇവിടെ ഈ ട്യൂണിംഗ് ഫോർക്ക് ഞാൻ ഈ ഹാമർ കൊണ്ട് ഞാൻ കമ്പനം ചെയ്യിപ്പിക്കുന്നു. ഇപ്പോൾ ഈ ട്യൂണിംഗ് ഫോർക്കിൻ്റെ സ്വാഭാവിക ആവൃത്തിയാണ് ഇപ്പോൾ നാം കണ്ടത്. ഇതിൻ്റെ ആവൃത്തിയിൽ ഇത് വൈബ്രേറ്റ് ചെയ്യുന്നു. പ്രണോദിത കമ്പനം. കമ്പനം ചെയ്യുന്ന വസ്തുവിൻ്റെ പ്രേരണ മൂലം അതേ ആവൃത്തിയിൽ മറ്റൊരു വസ്തു കമ്പനം ചെയ്യുന്നതാണ് പ്രണോദിത കമ്പനം. പ്രണോദിത കമ്പനത്തിന് വിധേയമാകുന്ന വസ്തുവിൻ്റെ സ്വാഭാവിക ആവൃത്തിയും പ്രേരണം ചെയ്യുന്ന വസ്തുവിൻ്റെ സ്വാഭാവിക ആവൃത്തിയും തുല്യമായാൽ ആ രണ്ട് വസ്തുക്കളും അനുനാദത്തിലായിരിക്കും. ഇവിടെ പ്രണോദിത കമ്പനവും അതുപോലെ അനുനാദവും ഒരുമിച്ച് കാണിക്കാൻ സാധിക്കുന്ന ഒരു ലഘു ഉപകരണമാണ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. ഇത് മുഴുവൻ ആക്സോ ബ്ലേഡ് മുറിച്ചതാണ്. ഇങ്ങനെ കമ്പനം ചെയ്യത്തക്ക രീതിയിൽ ഇതിനെ ഒരു പട്ടിക കഷ്ണം കൊണ്ട് അടിച്ചെടുത്തിട്ടുണ്ട്. 2 പട്ടിക കഷ്ണമുണ്ട് ഇവിടെ നമുക്ക് കാണാം. അതിനിടയിലാണ് ഈ ആക്സോ ബ്ലേഡ് മുറിച്ചത് നമ്മൾ വെച്ചിരിക്കുന്നത്. അതിനെ ആണി കൊണ്ട് നന്നായിട്ട് അടിച്ചു വെച്ചിട്ടുണ്ട്. അതിനെ നമ്മളൊരു ബേസ് ചെറിയൊരു പലകഷ്ണത്തിന് മുകളിൽ വെച്ചിരിക്കുന്നു. ഇവിടെ നാം ഇതിനെ കമ്പനം ചെയ്യിപ്പിക്കുമ്പോൾ പ്രണോദിത കമ്പനത്തിന് വിധേയമാകുന്ന വസ്തു ഇതാണ്. ഇതിൻ്റെ സ്വാഭാവിക ആവൃത്തിയും പ്രേരണം ചെയ്യുന്ന വസ്തുവിൻ്റെ സ്വാഭാവിക ആവൃത്തിയും തുല്യമാവുന്നു എന്ന് നമുക്ക് കാണാം. ഇത് രണ്ടും തുല്യമാവുന്നു. ഈ രണ്ട് വസ്തുക്കൾ ഇപ്പോൾ അനുനാദത്തിലാണ്. അതുപോലെ ഈ ഒരു ആക്സോ ബ്ലേഡിനെ നാം വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഇതിന് വൈബ്രേറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. വൈബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് രണ്ടും അനുനാദത്തിലാണ്. അതുപോലെ ഇതിനെ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഇത് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് രണ്ടും അനുനാദത്തിലാണെന്ന് വളരെ ലളിതമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ ഇതിനെ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഇത് നന്നായിട്ട് വൈബ്രേറ്റ് ചെയ്യുന്നത് കാണാൻ പറ്റും. ഇതിൻ്റെ അതേ വലിപ്പമുള്ള ഈ ആക്സോ ബ്ലേഡ്. അതുപോലെ ഇതും നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഈ സന്ദർഭത്തിൽ പ്രണോദിത കമ്പനത്തിന് വിധേയമാകുന്ന വസ്തു കൂടുതൽ ആയതിൽ കമ്പനം ചെയ്യും. പ്രണോദിത കമ്പനവും അനുനാദവും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന മറ്റൊരു ഉപകരണമാണിത്. ഹെഡ് മസാജ് ചെയ്യുന്ന ഈ ചെറിയൊരു ഉപകരണത്തിലൂടെ പ്രണോദിത കമ്പനവും അനുനാദവും എളുപ്പത്തിൽ കുട്ടികൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിലെ 2 ലെയർ കമ്പികളാണുള്ളത്. വലിപ്പം കൂടിയ കമ്പികളും വലിപ്പം കുറഞ്ഞ ഒരു ലെയർ കമ്പിയും ഇവിടെയുണ്ട്. ചെറിയ കമ്പികളെ ഞാൻ കമ്പനം ചെയ്യിപ്പിക്കുന്നു. ഇപ്പോൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ചെറിയ കമ്പികൾ കൂടുതൽ കമ്പനം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു കമ്പിയുടെ ആവൃത്തിയിൽ തന്നെയാണ് ചുറ്റുമുള്ള ഈ കമ്പികളൊക്കെ കമ്പനം ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് മുഴുവൻ, ഈ ചെറിയ കമ്പികൾ മുഴുവൻ അനുനാദത്തിലാണ്. ഇനി വലിയ കമ്പിയെ ഞാൻ കമ്പനം ചെയ്യിപ്പിക്കുന്നു. ഈ ഒരു കമ്പിയുടെ കമ്പനത്തിൻ്റെ അതേ ആവൃത്തിയിൽ തന്നെയാണ് മറ്റുള്ള കമ്പികളും കമ്പനം ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് മുഴുവൻ അനുനാദത്തിലാണെന്ന് നമുക്ക് എളുപ്പം മനസ്സിലാക്കാൻ സാധിക്കും.